ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിന്റെ ബാഹുബലി എന്നൊരു ടാഗ്ലൈനോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു വടക്കൻ വീരഗാഥ അങ്ങനെ വിജയകരമായി ആ സിനിമയുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. മമ്മൂട്ടിയെ നായകനാക്കി ഹരിഹരൻ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു വടക്കൻ വീരഗാഥ എന്ന 4K സിനിമയുടെ റിലീസ് സിനിമയുടെ ഏറ്റവും പുതിയ രണ്ടാം ദിവസത്തെ കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ആദ്യ ദിവസത്തേക്കാൾ ഒരുപക്ഷെ കേരളത്തിൽ സിനിമയ്ക്ക് കളക്ഷൻ വരാൻ ഇന്ന് സാധ്യതയുണ്ട് എന്നൊരു റിപ്പോർട്ടാണ് ഇന്നത്തെ സിനിമയുടെ ബുക്കിംഗ് ട്രെൻഡ് എല്ലാം തന്നെ നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഇന്നലെ സിനിമയുടെ ആദ്യ ദിവസത്തിൽ ഇതുപോലെ തന്നെ ഇന്ന് ഫാസ്റ്റ് ഫിലിം ഷോസ് എല്ലാം തന്നെ നേടിയെടുത്ത സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ 4K പതിപ്പിന് വളരെ മികച്ച അഭിപ്രായങ്ങൾ എല്ലാം തന്നെയാണ് തിയേറ്ററുകളിൽ ലഭ്യമായത്. ഒരു 4K റിമാസ്റ്റർ ചെയ്ത സിനിമയ്ക്ക് ഏറ്റവും പ്രധാനം സിനിമയുടെ വിഷ്വൽസ്, അതോടൊപ്പം തന്നെ സൗണ്ട് ക്വാളിറ്റി എല്ലാം തന്നെയാണ്. അതെല്ലാം തന്നെ ഈ ചിത്രത്തിൽ ടോപ്പ് നോച്ച് എന്നൊരു റിപ്പോർട്ട് കൂടിയാണ് പുറത്തു വന്നത്. ഇപ്പോഴത്തെ ആദ്യ ദിവസം 10 ലക്ഷം കേരളത്തിൽ ഗ്രോസ് നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്ന് 15 ലക്ഷത്തോളം കേരള ഗ്രോസ് ആണ് നാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ 25 ലക്ഷത്തിലേക്ക് 2 ദിവസങ്ങൾ കൊണ്ട് സിനിമയുടെ കേരള ഗ്രോസ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ട്രാക്കേഴ്സ് ഒന്നും തന്നെ സിനിമയുടെ കളക്ഷൻ ട്രാക്ക് ചെയ്യുന്നില്ല എങ്കിൽ പോലും ആദ്യ ദിവസത്തെ കളക്ഷൻ 10 ലക്ഷം എന്നാണ് ഒരു എക്സ് പേജ് പുറത്തുവിട്ടത്. എന്തായാലും 10 ലക്ഷം ആദ്യ ദിവസം സിനിമ നേടിയെടുത്തത് മറ്റ് മമ്മൂട്ടിയുടെ റിലീസ് സിനിമകളുടെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ അതിഗംഭീരമെന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. ചരിത്ര സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ അന്നത്തെ കാലത്തെ ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയ്ക്ക് 2 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് നാം പ്രതീക്ഷിക്കുന്നത് 30 ലക്ഷം 35 ലക്ഷം റേഞ്ചിൽ ഗ്രോസ് കളക്ഷനാണ്. ഇനി നാളെ ഞായറാഴ്ചത്തെ കളക്ഷൻ കൂടി അറിയാനായിട്ട് കാത്തിരിക്കൂ. ഇന്നത്തെ ശനിയാഴ്ച കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ നാളെ ഞായറാഴ്ച നല്ലൊരു കളക്ഷൻ വർധന നാം പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ സിനിമ 4K പതിപ്പെല്ലാം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയൂ. കാത്തിരിക്കൂ സിനിമയുടെ ഫൈനൽ വരെയുള്ള കളക്ഷൻ അറിയാനായിട്ട്.